തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കോതമംഗലം നഗരസഭയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലറാണ് 16-ാം വാർഡിലെ വലിയകാവിൽ നിന്നും വിജയിച്ച അരുൺ പി ഗോപൻ. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ അരുൺ പി ഗോപൻ 492 വോട്ടുകൾ നേടിയാണ് കോതമംഗലം നഗരസഭയിൽ എത്തുന്നത്. കന്നിയംഗത്തിൽ തന്നെ വിജയം, ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലർ, ഇടതുമുന്നണിയുടെ സജീവ പ്രവർത്തകൻ, അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങളുണ്ട് അരുൺ പി ഗോപന്. LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന വലിയകാവ് വാർഡിൽ നിന്നും നഗരസഭയിലെത്തുമ്പോൾ തന്റെ വിജയത്തെപ്പറ്റി അരുൺ പി ഗോപന് പറയാനുള്ളത് ഇങ്ങനെ. വളരെ സന്തോഷത്തിലാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോതമംഗലം മുനിസിപ്പാലിറ്റിയിലേക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് എന്നെ വിജയിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള, ഈ വാർഡിലെ നല്ലവരായിട്ടുള്ള നാട്ടുകാർക്കുമാണ് ഏറ്റവും പ്രധാനമായി നന്ദി പറയാനുള്ളത്. പ്രായത്തിൻ്റെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ സംസ്ഥാനത്തെമ്പാടും യുവാക്കൾക്ക് വലിയ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വാർഡിൽ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുകയും ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളും വലിയ ഭൂരിപക്ഷത്തിൽ, ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് UDFന് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ് ഉണ്ടാവുമ്പോഴും ഈ വാർഡിലെ നല്ലവരായിട്ടുള്ള എല്ലാ നാട്ടുകാരും എന്നോടുള്ള സ്നേഹത്തിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള അവരുടെ ഐക്യത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നല്ല ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ നിന്ന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയ അരുണിന് തന്റെ വാർഡിന്റെ വികസനത്തെക്കുറിച്ചും പറയാനുണ്ട്. വികസന പരിപാടികൾക്കും അതുപോലെ ക്ഷേമ പരിപാടികൾക്കും ഒരേപോലെ തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് കഴിഞ്ഞ കാലയളവിലെല്ലാം കൃത്യമായിട്ട് ഇടപെട്ടു പോകുന്ന ജനപ്രതിനിധികളാണ് നമ്മുടെ വാർഡിലുള്ള ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങൾക്കും ഒരു തുടർച്ച ഉണ്ടാവുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റവും ആദ്യമായിട്ട് എനിക്കുള്ളത്. അത് കൃത്യമായിട്ട് നിർവഹിക്കുക, ജനങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളടക്കം ഇടപെടാൻ സാധിക്കുന്നത് കൃത്യമായിട്ട് അവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അവരിൽ ഒരാളായി നിന്ന് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വാർഡായി ബന്ധപ്പെട്ടുള്ള മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമിക ആവശ്യങ്ങളായിട്ടുള്ള വെള്ളം, വെളിച്ചം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റി പോവുക എന്നുള്ളതാണ്. അതുപോലെ വഴി എന്നുള്ള ഘടകം, അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഇതാണ് പ്രാഥമികമായിട്ടുള്ളത്. വാർഡായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കാലഘട്ടത്തിലെ കൗൺസിലർമാരിവിടെ ചെയ്തു പോയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ച നിലവിൽ നടന്നു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തിയാണ് CPM ഇത്തവണ അരുൺ പി ഗോപനെ കളത്തിലിറക്കിയതും വാർഡ് പിടിച്ചെടുത്തതും. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.